ഇന്ന് ജയലളിതയുടെ ചരമവാർഷിക ദിനമായിരുന്നു. ADMKയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളെല്ലാം തന്നെ ഈ ദിനം ആചരിക്കുകയുണ്ടായി. അതിൽ തന്നെ പളനിസ്വാമി വിഭാഗവും ഒപ്പം പനീർശെൽവം, TTV ദിനകരൻ, ശശികല വിഭാഗങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റായിട്ടാണ് ഈ ദിനം ആചരിച്ചത്. ഇതിൽ ADMK BJPയുടെ സഖ്യകക്ഷിയല്ല തമിഴ്നാട്ടിൽ. പക്ഷേ ഈ പനീർശെൽവവും VPT ദിനകരനും ശശികലയുമൊക്കെ സ്നേഹകക്ഷികളാണ്. അതായത് സഖ്യകക്ഷികളല്ല, സ്നേഹകക്ഷികളാണ്. അവർ പരസ്യമായിട്ടോ ഇല്ലെങ്കിൽ മുന്നണിയിലോ ഇല്ല, എന്നാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് താനും. ഇത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഇതിനോടെന്നും മുഖം തിരിച്ചു നിന്ന ആളാണ് പളനിസ്വാമി ഈ സഖ്യത്തിലേക്ക് ഒരിക്കലും വരാൻ താല്പര്യമേ പ്രകടിപ്പിച്ചിരുന്നില്ല. BJPയുടെ അധ്യക്ഷനെ അണ്ണാമലൈ വന്നതോടുകൂടി ഈ ദ്രാവിഡ കക്ഷികളെ 7 അയലത്തിട്ട് അടുപ്പിക്കുന്നുമില്ല. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ഓളം മണ്ഡലങ്ങളിൽ ഞെട്ടിക്കുന്ന പ്രകടനമായി BJP രംഗത്തെത്തുകയും അതിൽ 20% വോട്ട് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നേടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ ADMKയ്ക്ക് ഒരു മനംമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിലുപരി ഇപ്പോൾ തമിഴ്നാടൻ വിജയ് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി തമിഴ്നാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്തതോടുകൂടി തന്നെ DMKയും ADMKയും അവരുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമോ എന്നൊരു ഭയമുണ്ട്. ഇന്ന് നടന്ന ഈ ദിനത്തിൽ BJPയോട് എന്നും അകലം പാലിക്കുന്ന പളനിസ്വാമി പറഞ്ഞത് DMK സർക്കാരിനെ താഴെ ഇറക്കാൻ സമയമായി, അതിന് തങ്ങൾ കരുത്തർക്കൊപ്പം ചേരും എന്നു തന്നെയാണ്. അതായത് BJPയോടുള്ള ആ ഒരു മുന്നണിയിലേക്കുള്ള വരവിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് അനുകൂലമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചതും. ഇതിനെക്കുറിച്ച് ഈ ADMKയുടെ സഖ്യകക്ഷിയായ NDK നേതാവ് സീമാൻ പറയുന്നത് ഈ സംസ്ഥാനത്ത്, അതായത് തമിഴ്നാട്ടിൽ BJPയും DMKയും തമ്മിലുള്ള ബന്ധം രഹസ്യമല്ല, പരസ്യമാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ADMK തങ്ങളുടെ ശക്തി വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി BJPയുമായി ചേരുന്നതെന്ന്. ഇതിനിടയിൽ BJP ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്താതെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഒരു വലിയ യാത്ര അണ്ണാമല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളുമായി മുൻപോട്ട് പോകുന്നു. അണ്ണാമലയുടെ സ്റ്റാൻഡ് ഈ ദ്രാവിഡ കക്ഷികളെ ഉൾപ്പെടുത്താതെ മുൻപോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. മുൻപ് ADMKയുടെ മുൻപിൽ സീറ്റിനായി കൈനീട്ടി നിന്ന BJPയിലേക്ക് ഇപ്പോൾ ADMK നേതാക്കന്മാർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നത്. BJP സംബന്ധിച്ച് ഇത് ഏത് തന്നെ ആയാലും ലോട്ടറിയാണ്. DMKയുടെ കൂടെ രഹസ്യ സഖ്യം ആയാൽ പോലും അവർക്ക് കിട്ടുന്ന ഓരോ സീറ്റും അവരെ സംബന്ധിച്ച് ലോട്ടറിയാകും. ADMK വന്നാലും അവർക്ക് അധികം സീറ്റുകൾ നേടാൻ കഴിയും. അത്തരത്തിൽ പറയുമ്പോൾ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളും ഭാവിയിൽ അവർ എടുക്കാവുന്ന നിലപാടുകളുമെല്ലാം സഹായിക്കുക BJP തന്നെയാകും. ന്യൂസ് ഡെസ്ക്.